ഹരേ കൃഷ്ണ. ഹനുമാന്റെ അഹങ്കാരം തീർത്ത കഥാഭാഗത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഞാനിവിടെ പറയുന്നത്. കഴിഞ്ഞ ഭാഗത്ത് മഹർഷി ഹനുമാനോട് പറയുകയായിരുന്നു, നിനക്ക് തന്നെ ആ ചൂടാരത്നം തിരിച്ചറിയുവാൻ കഴിയുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെ അറിയാനാണു എന്നാണ് പറഞ്ഞു നിർത്തിയത്. അതിൻ്റെ ബാക്കി കഥാഭാഗമാണ് ഞാനിവിടെ പറയുവാൻ പോകുന്നത്. ഹനുമാൻ പറഞ്ഞു, സ്വാമി, അടിയൻ ശ്രീരാമകാര്യാർത്ഥം ലങ്കയിലേക്ക് പോയപ്പോൾ സീതാദേവി അടയാളമായി തന്നയച്ചതാണ് ഈ ചൂടാരത്നം. ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അടിയന് ശ്രീരാമസ്വാമിക്ക് സീതയെ കണ്ടതിന് തെളിവ് നൽകാൻ സാധിക്കാതെ വരും. മാത്രമോ, സീതാദേവി എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ് ആ ദിവ്യരത്നം. അത് നഷ്ടപ്പെടുക മൂലം അടിയനും പാപിയായി ഭവിക്കും. അത് കേട്ട് മഹർഷി അതിശയത്തോട് ചോദിച്ചു, എന്ത്, നീയും ലങ്കാപുരിയിൽ പോയിരുന്നുവെന്നോ? നിന്നെപ്പോലെ തന്നെ മറ്റ് ചില വാനരന്മാരും ലങ്കയിൽ പോയിരുന്നതായും സീതാദേവി ചൂടാരത്നം നൽകിയതായും നാം അറിഞ്ഞു കഴിഞ്ഞല്ലോ. അവർ നിക്ഷേപിച്ചിട്ടുള്ള ചൂടാരത്നങ്ങളാണ് നീ കമണ്ഡലുവിൽ കണ്ടത്. അത് കേട്ട് ഹനുമാനൊന്ന് ഞെട്ടി. വാനരവീരന്മാരിൽ സമുദ്രം ചാടിക്കിടന്ന് ലങ്കയിലെത്താൻ തനിക്ക് മാത്രമേ ശക്തിയും വേഗതയുമുള്ളൂവെന്ന് ഹനുമാൻ അഹങ്കരിച്ചിരുന്നു. മഹർഷിയുടെ വാക്ക് കേട്ട മാത്രയിൽ തന്നെ ആ അഹങ്കാരം ഹനുമാനെ വിട്ടകന്നു. പശ്ചാത്താപ വിവശനായ ഹനുമാൻ തൻ്റെ തെറ്റ് ക്ഷമിച്ച് മാപ്പു നൽകി തന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു ശ്രീരാമചന്ദ്രനെ കണ്ണടച്ചു നിന്ന് ധ്യാനിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കിയ വായുനന്ദനൻ കണ്ടത് പർണാശ്രമം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം ശൂന്യമായി കിടക്കുന്നതാണ്. മഹർഷി വര്യനെയും അവിടെ കാണാനുണ്ടായിരുന്നില്ല. കൈ തുറന്നു നോക്കിയപ്പോൾ ഒരേ ഒരു ചൂടാരത്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കണ്ട് ഹനുമാൻ അത്ഭുതപ്പെട്ടു. തൻ്റെ മനസ്സിലെ അന്ധകാരം മാറ്റിയ ഭഗവാനെ മനംനൊന്തു പ്രാർത്ഥിച്ച ശേഷം ഹനുമാൻ കിഷ്കിന്ധയെ ലക്ഷ്യമാക്കി പറന്നുയർന്നു. ലങ്കയിൽ നിന്നും വായുവേഗത്തിൽ ഹനുമാൻ കുതിച്ചു. മഹേന്ദ്ര പർവ്വതമായിരുന്നു ഹനുമാന്റെ ലക്ഷ്യം. തന്നെ പ്രതീക്ഷിച്ച് ജാംബവാനും അംഗദാദി വാനരന്മാരും ശ്രീരാമലക്ഷ്മണന്മാരും പ്രതീക്ഷാനിർഭരമായി അക്ഷമയോട് അവിടെ കാത്തു നിൽപ്പുണ്ടാവുമെന്ന് ഹനുമാൻ അറിയാമായിരുന്നു. അതിനാൽ മഹേന്ദ്രപർവ്വതം ദൃഷ്ടിഗോചരമായപ്പോൾ ഹനുമാൻ ഉറക്കെയൊന്ന് ഗർജിച്ചു. പെട്ടെന്ന് കാറ്റ് ആഞ്ഞു വീശി, വൃക്ഷങ്ങൾ ആടിയുലഞ്ഞു. പെട്ടെന്നുണ്ടായ വായുക്ഷോഭം കണ്ട് വാനരന്മാർ അന്ധാളിച്ചു. അത് കണ്ട് ജാംബവാൻ പറഞ്ഞു, ഹരേ കൃഷ്ണ, ഇതിൻ്റെ ബാക്കി കഥാഭാഗം അടുത്ത ഭാഗത്ത് ഹനുമാൻ മഹേന്ദ്രപർവ്വതത്തിൽ